കടകംപള്ളിയെയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ചോദ്യം ചെയ്ത വിവരം പുറത്തുവരുന്നു. ആ ബോർഡ് അംഗങ്ങളുടെ നേരിട്ടുള്ള അറിവോടെയാണ് ഇതെല്ലാം അവിടെ സംഭവിച്ചതെന്ന് ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ പിന്നെ എങ്ങനെ മന്ത്രിക്ക് ദേവസ്വം വകുപ്പിന്റെ ചുമതല വഹിച്ച മന്ത്രിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന വലിയ ചോദ്യമായിരുന്നു അന്തരീക്ഷത്തിലുണ്ടായിരുന്ന. ആ ചോദ്യത്തിന് എന്തുകൊണ്ട് അന്വേഷണ സംഘം ഉത്തരം തേടുന്നില്ല, എന്തുകൊണ്ട് വൈകുന്നു എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമായിരിക്കുന്നു. ഈ ചോദ്യം ചെയ്യൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു നടപടി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമോ ഇനി തുടർച്ചയായി എന്നതാണ് നമുക്ക് അറിയേണ്ടത്. കാരണം ഈ കേസ് അന്വേഷണം പൂർത്തിയാക്കാൻ ഈ ജനുവരി ആദ്യ വാരം വരെ മാത്രമാണ് ഇപ്പോൾ ഹൈക്കോടതി അനുമതി നൽകിയിട്ടുള്ളത്. ഹൈക്കോടതി 5-ന് കേസ് പരിഗണിക്കും. അതിനു മുൻപ് വളരെ പ്രധാനപ്പെട്ട ഹൈക്കോടതിയുടെ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ട ബാധ്യത ഈ അന്വേഷണ സംഘത്തിനുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോഴത്തെ ചോദ്യം ചെയ്യലും ഈ നടപടിയും എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഹൈക്കോടതിക്ക് മുമ്പിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അപേക്ഷ നിൽക്കുകയാണ്. ഈ കേസ് അന്വേഷണം തന്നെ CBIക്ക് വിടണം. കാരണം ഉന്നതരിലേക്ക് ഈ അന്വേഷണം പോകുന്നില്ല. സംസ്ഥാന സർക്കാർ ഈ അന്വേഷണ സംഘത്തെ പിടിച്ചു കെട്ടുന്നു. ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ സ്വാധീനം ഈ അന്വേഷണ സംഘത്തിന് മേലുണ്ട്. അതുകൊണ്ട് ഇത് CBIക്ക് വിടണം. CBI ആകട്ടെ ഇത് ഏറ്റെടുക്കാൻ ഒരുക്കമാണെന്ന് ഇപ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്തരമൊരു പശ്ചാത്തലത്തിൽ ഈ കേസിൽ വളരെ ഉന്നതരിലേക്ക് അന്വേഷണം പോകുന്നില്ല എന്ന് വന്നാൽ ഒരുപക്ഷെ ഹൈക്കോടതിക്ക് തന്നെ ഈ കേസെടുത്ത് CBIക്ക് കൊടുക്കേണ്ടി വരും. ഒരുപക്ഷെ ഇത് ഒഴിവാക്കാൻ കൂടിയുള്ള ഒരു നീക്കമായിട്ടും നമുക്കിതിനെ വിലയിരുത്തേണ്ടി വരും. എന്തായാലും ഉന്നതരെ ചോദ്യം ചെയ്തു, തങ്ങൾക്ക് ആ നടപടി തങ്ങൾ പൂർത്തിയാക്കി എന്ന് കോടതിയെ അറിയിക്കാനുള്ള ഒരു നടപടി. അതായത് പലപ്പോഴും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുത്ത ബന്ധം ഇദ്ദേഹത്തിനുണ്ട്. അതായത് മുൻ ദേവസ്വം മന്ത്രിക്കുണ്ട്. പോറ്റി ഈ കാര്യങ്ങൾ ദേവസ്വം ബോർഡിനെ സമീപിക്കുമ്പോൾ തന്നെ, അതായത് വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വർണം പൂശാൻ, അവിടെ സ്പോൺസറാകാൻ, അതിൽ സ്വാധീനം ഉറപ്പിക്കാനൊക്കെ ദേവസ്വം ബോർഡിനെ സമീപിക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ മന്ത്രിയുമായും അദ്ദേഹം ബന്ധപ്പെട്ടു എന്ന വിവരങ്ങൾ ആദ്യഘട്ടത്തിൽ വന്നു. പത്മകുമാറിന്റെ മൊഴിയായി ഇത് പുറത്തു വന്നെങ്കിലും പിന്നീട് പത്മകുമാർ ഇത് നിഷേധിച്ചു. അദ്ദേഹം ആ മൊഴിയിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറായിട്ടില്ല.